സർവകലാശാലയിൽ ഇപ്പോഴും സമരാന്തരീക്ഷം നിലനിൽക്കുകയാണ്. അഖിൽ പാലോട്ടുപാടം കൂടി ചേരുന്നു. അഖിൽ, സർവകലാശാലയ്ക്ക് മുമ്പിൽ വലിയ സമര ആഭാസങ്ങളാണ് നടന്നത്. SFI DYFI പ്രവർത്തകർ അവിടെ രാവിലെ സംഘടിച്ച വലിയ സംഘർഷം ഉണ്ടാക്കി. പിന്നീട് AIYF പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തി. അവരെ ജലപീരങ്കി കൊണ്ട് പോലീസ് നേരിട്ടു. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് അഖിൽ പാലോട്ടുമഠം? വിനോദ, ഇപ്പോഴും സമരം അയവ് വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. രാവിലെ മുതൽ വിവിധ ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സമരമാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ എത്തിയത് ഈ രജിസ്ട്രാർ എത്തുന്ന സമയത്ത് തന്നെ രജിസ്ട്രാർക്ക് ഒരു സംരക്ഷണം എന്ന നിലയ്ക്ക് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ ഇവിടെ തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഷിജു ഖാനും R രാജേഷും ഒക്കെ തന്നെ നേരത്തെ എത്തി അവർക്ക് എത്തുന്ന രജിസ്ട്രാർക്ക് ഒരു സംരക്ഷണം ഒരുക്കിയിരുന്നു. പിന്നാലെ തന്നെ രജിസ്ട്രാർ എത്തിയതിനു ശേഷം രജിസ്ട്രാറുടെ റൂമിൽ പ്രവേശിക്കരുത് എന്ന ചാൻസലറുടെ ഉത്തരവ് പോലും മറികടന്നുകൊണ്ട് അവിടെ റൂമിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി സസ്പെൻഷനിൽ ഇരിക്കുന്ന രജിസ്ട്രാർ തന്നെ ആ കസേരയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിലാണ് ആദ്യം CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ ASF പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. പ്രതിഷേധവുമായി രംഗത്ത് അവർ മാർച്ചായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ അവർ മറ്റൊരു ഗേറ്റ് വഴി അവർ സർവകലാശാലയുടെ അകത്തേക്ക് എത്തുകയും പോലീസുമായി ഉന്തും തള്ളിലേക്ക് കടക്കുകയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ASFന്റെ മാർച്ച് സർവകലാശാലയ്ക്ക് അകത്ത് നടക്കുന്ന അതേ സമയത്ത് തന്നെ DYFI പ്രവർത്തകർ സർവകലാശാല കവാടത്തിന് മുമ്പിലും സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമരം ചെയ്യുന്ന DYFI പ്രവർത്തകരും സമരം ചെയ്യുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ AYFന്റെ പ്രവർത്തകരും സർവകലാശാല ആസ്ഥാനത്തേക്ക് സമരവുമായി എത്തിയത്. ഇപ്പോൾ ഈ 3 സമരങ്ങളും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ സർവകലാശാല ആസ്ഥാനത്ത് സമരങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. പിന്നാലെ ഇനി SFIയുടെ ഒരു രാജ്ഭവൻ മാർച്ച് ഉണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ മാർച്ച് അക്രമാസക്തമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ തവണയിലെല്ലാം തന്നെ രാജ്ഭവനിലേക്ക് മാർച്ചുമായി എത്തിയ SFI പ്രവർത്തകർ സുരക്ഷാ ബാരിക്കേഡുകൾ മറന്ന് അതീവ സുരക്ഷാ മേഖലയായ രാജ്ഭവന്റെ മുമ്പിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വലിയ വിമർശനം രാജ്ഭവൻ സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ നേരിട്ട് അറിയിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്നത്തെ SFIയുടെ മാർച്ചും ആ തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ആരോപണം കേൾക്കേണ്ടി വരിക കേരള പോലീസ് ആയിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം SFIയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ ആ പ്രതിഷേധ മാർച്ചിൽ പോലീസ് വേണ്ട രീതിയിൽ ആക്ട് ചെയ്തില്ല എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. കാരണം SFI പ്രവർത്തകർ അകത്തേക്ക് വരുമ്പോൾ അവരെ കൈവരി അടക്കം പിടിച്ചു കയറ്റാൻ കാക്കിധാരികൾ തന്നെ സഹായിച്ചു എന്ന വലിയ ആരോപണമാണ് പോലീസിന് മേൽ ഉയർന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇത്തവണ ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള സർവ്വസന്നാഹവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ അവിടെ സർവകലാശാലയ്ക്ക് മുമ്പിൽ